ദാതാക്കളില്ലാത്തതിനെ തുടർന്ന് അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കാതെ മരണപ്പെടുന്നത് നിരവധി പേരാണ്. അവയവമാറ്റം സുതാര്യമാക്കുന്നതിനായി ആരംഭിച്ച മൃതസഞ്ജീവനി പദ്ധതിക്ക് പഴയ സ്വീകാര്യത ഇപ്പോൾ ഇല്ല. ശസ്ത്രക്രിയയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെയും അവയവം നൽകാൻ തയ്യാറായി രംഗത്തുള്ളവരുടെയും എണ്ണം തമ്മിൽ വലിയ അന്തരമുണ്ട്. കിഡ്നിക്ക് തന്നെ 2000-ൽ പരം ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഏകദേശം ഒരു വർഷം 10 അല്ലെങ്കിൽ 14 പേരെയാണ് അവയവദാന സന്നദ്ധ അറിയിച്ചു വരുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നവർ മരിച്ചുകൊണ്ടിരിക്കുക. ഈ കണക്കിലാണ് അവയവദാന നിരക്കെങ്കിൽ 10 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. നിയമങ്ങൾ കൂടുതൽ കർശനമായതോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്കിടയിലുള്ള ആശങ്ക വർദ്ധിക്കുന്നു എന്നാണ് കേസോട്ടോ അധികൃതർ വ്യക്തമാക്കുന്നത്. ആശങ്കയെക്കാളും ഒരു വ്യവഹാര ഭീതി, അതായത് കേസസ് വരുമെന്നുള്ളൊരു ഭീതിയുണ്ട്. ICU കിടക്കുന്ന രോഗി മസ്തിഷ്കമരണം സംഭവിച്ചാൽ അത് നിർണ്ണയിച്ച് സർട്ടിഫൈ ചെയ്ത് രോഗികളുടെ ബന്ധുക്കൾ അറിയിക്കുന്നതിന് പകരം ഇപ്പോൾ തിരിച്ച് രോഗികളുടെ ബന്ധുക്കൾ ഡോക്ടർമാരുടെ ഇറിവേഴ്സിബിലിറ്റി പറയുമ്പോൾ, അതായത് ഇനി തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ അത് അറിയിക്കുമ്പോഴാണ് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യുന്നത്. രാജ്യത്തെ അവയവമാറ്റങ്ങളുടെ കണക്കെടുത്താൽ 80% ബന്ധുക്കൾ തമ്മിലുള്ള അവയവമാറ്റമാണ്. വെറും 20% താഴെയാണ് മറ്റുള്ളവർക്കായി അവയവങ്ങൾ ദാനം ചെയ്യുന്നവരുടെ എണ്ണം. നിലവിൽ ഏറ്റവും കൂടുതൽ പേർ ദാനം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും വൃക്കയാണ്. 30,000 പേര് ഡയാലിസിസിലുണ്ട്. അതിലൊരു 1000 പേർക്ക് ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നതും കിട്ടും. 29,000 പേർക്കും വൃക്ക ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവരെല്ലാം അകാലത്തിൽ മരണമടയാനുള്ള സാധ്യതയാണ്. സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. 2021-ൽ മൃതസഞ്ജീവനിയെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ കേസോട്ടോയിൽ ലയിപ്പിച്ചു. മസ്തിഷ്ക മരണാനന്തര അവയവദാനമായിരുന്നു മൃതസഞ്ജീവനിയിലൂടെ നടന്നിരുന്നത്. എന്നാൽ കേസോട്ടോയിൽ ലയിപ്പിച്ചതോടെ ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവദാനത്തിനുള്ള സാധ്യതയും കൈവന്നു. ന്യൂറോസർജൻ ന്യൂറോളജിസ്റ്റിനോടുള്ള അഭ്യർത്ഥന, നിങ്ങളുടെ ICUകളിൽ ഒരു പേഷ്യൻ്റ് മസ്തിഷ്ക മരണമാണെന്ന് കണ്ടാൽ അത് നിർണ്ണയിച്ച് രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കുക. ഇത് മസ്തിഷ്ക മരണം സംബന്ധിച്ച് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൽ നിങ്ങൾക്ക് അവയവദാതാവാകാം, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം. അവയവം ദാനം ചെയ്യാനുള്ള ആളുകളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന ഡോക്ടർമാർ നേരിടുന്ന പ്രതിസന്ധികളും മറികടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവയവദാനവും രക്തദാനം പോലെ ജനകീയമാകൂ. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിശദവിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു കാര്യങ്ങളും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടത് പുറത്തു പറയരുത്, അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് നിൽക്കരുത് എന്ന ഒരു നിർദ്ദേശം ഉള്ളപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുകയായിരുന്നു. അതിനേക്കാൾ ആശങ്കപ്പെടേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. അവയവദാനത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നത്. വിശദ വിവരങ്ങൾ എന്തൊക്കെയാ അമൽ? മോദി, സംസ്ഥാനത്ത് അവയവദാനത്തിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ കോവിഡ് വരെ ആ അവയവദാന രംഗത്ത് കേരളം മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരുന്നത്. അവയവം ദാനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഓരോ വർഷവും 2014 മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഓരോ വർഷവും വലിയ വർധനവുണ്ടായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം, അതായത് ആ കണക്കങ്ങ് പരിശോധിച്ചാൽ 2021 ശേഷം ആ കണക്കിൽ വലിയ കുറവുണ്ടാവുകയാണ്. 263 പേരൊക്കെ ഒരു വർഷം വൃക്കയൊക്കെ ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് ദാനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം 19, 20, 15 എന്നുള്ള കണക്കിലേക്കാണ് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഉള്ളത്. ഒരു വൃക്ക എടുത്താൽ 2 പേർക്ക് അത് ശസ്ത്രക്രിയ ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ആളുകൾ അങ്ങനെ രംഗത്തെത്തുന്നില്ല. ഒരു സിനിമ വന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അവയവദാനവുമൊക്കെയായി ബന്ധപ്പെട്ടൊരു സിനിമ വന്നു. അത് ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയിരുന്നത്. അത് പിന്നീട് കേസോട്ടോ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ അത് ലയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമായി. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമപ്രശ്നങ്ങളൊക്കെ പേടിച്ച് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നില്ല. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയാണ് എങ്കിൽ അവരുടെ അവയവങ്ങൾ, അതിപ്പോൾ ഒരു അവയവം എന്നല്ല, പല അവയവം പല ആളുകളുടെ ജീവൻ നിലനിർത്താൻ സഹായകരമായി മാറും. പക്ഷേ അത് സംഭവിക്കുന്നില്ല. വളരെ കുറച്ച് മസ്തിഷ്ക മരണങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഈ വിവരം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഒരു മോഹൻദാസ് ആണ് തുറന്നു പറഞ്ഞത്. പക്ഷേ ആ തുറന്നു പറഞ്ഞ ഡോക്ടറുടെ ഭാഗത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ആ ഡോക്ടറാണ് കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളുടെ നോഡൽ ഓഫീസർ. ഈ പറയുന്ന കേസോട്ടോ പദ്ധതിയുടെ നോഡൽ ഓഫീസറായി നിയോഗിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്ന് അത് തുറന്നു പറഞ്ഞത്. തൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ ഉദ്യോഗസ്ഥൻ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ആ തുറന്നു പറച്ചിലിന് ശേഷം മെഡിക്കൽ കോളേജിൽ പുതിയൊരു മാനദണ്ഡവും നിർദ്ദേശവും ഒക്കെ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊന്നും തുറന്നു പറയരുതെന്ന്. അതിനുശേഷമാണ് ഇന്നലെയാണ് നമ്മളോട് ഈ പറയുന്ന നോബൽ ഡോക്ടർ ഈ കാര്യമെല്ലാം പറയുന്നത്. ഇതെല്ലാം കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ എന്തെങ്കിലും തരത്തിൽ
ആരോഗ്യവകുപ്പിനെ മോശമാക്കി കാണിക്കാനുള്ള ആരോപണങ്ങളല്ല. സത്യാവസ്ഥ ഇതാണ്. ഇത് മറികടക്കാൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ അവബോധമുണ്ടാക്കുക. ഈ അവയവദാനം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമല്ല, നിയമപ്രശ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരില്ല എന്നൊരു ബോധ്യം ഡോക്ടർമാർക്കും അതോടൊപ്പം തന്നെ ഈ അവയവം ദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കും നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. 2018 മുൻപുണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ അവയവദാന രംഗത്ത് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആ നോബൽ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ശസ്ത്രക്രിയയെ കാത്തു കിടക്കുന്ന ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് എന്ന്, അവയവം കിട്ടാതെ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണെന്ന്. നേരത്തെയൊക്കെ രക്തം ദാനം ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്. പക്ഷേ ഇപ്പോൾ ആർക്കെങ്കിലും രക്തമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് നൽകാൻ തയ്യാറായി ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്കൊക്കെ വലിയ തിരക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജനകീയമാക്കാൻ ഈ വിഷയത്തെയും കഴിയണം. ചില പ്രശ്നങ്ങൾ, അതിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് പലപ്പോഴും അനധികൃത അവയവ മാഫിയകളെ വളരാനുള്ള ഒരു അവസരം ഉണ്ടാക്കൽ കൂടിയായി പോവും. അത് അന്യ സംസ്ഥാനത്തടക്കം കേന്ദ്രീകരിച്ച അവയവ മാഫിയ വളരെ വലുതായി തന്നെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ സാധ്യതകൾ അടയുമ്പോൾ ഈ അവയവ മാഫിയെ സമീപിക്കാറാണ് പലരും ചെയ്യാറ്. വ്യക്തിപരമായി അത് അവരുടെ ആവശ്യമാണ്. അവയവം മാറ്റിവെക്കുക എന്നത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും മനുഷ്യർ പോവും. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വേണ്ടത്.